ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡോക്ടർ രാംദർശ് മിശ്ര എഴുതിയ ഫൂൽ എന്ന് പറയുന്ന കവിതയാണ്. ഇത് ക്ലാസ് 9 ഹിന്ദിയിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിള്ളേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു കവിതയാണ്. കവിതയുടെ പേരാണ് ഫൂൽ. അത് എഴുതിയ ആളുടെ പേരാണ് അല്ലെങ്കിൽ കവിയാണ് ഡോക്ടർ രാംദർശ് മിശ്ര. നമുക്കറിയാം, ഇത് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠമാണ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യം നമ്മൾ പഠിച്ച ഹർ ആണെങ്കിലും നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ പ്രകൃതി സബ്കാ ഘർ ഹെ എന്നതായിരുന്നു അതിൻ്റെ ഒരു മെയിൻ തീം. ഓക്കെ, ഇത് അതുപോലെ തന്നെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തോരം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സിമ്പിൾ പോയമാണ്. പോയത്തിൻ്റെ പേര് ഫൂൽ എന്നാണ്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഒരു ജനറലായിട്ട് പറയുവാണെങ്കിൽ എന്താണ്, പ്രകൃതിദത്തമായ വസ്തുക്കൾക്ക് പകരം കൃത്രിമമായിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വസ്തുക്കൾ കടന്നു വരുന്നു. എന്നാൽ അവയ്ക്ക് ആ പ്രകൃതിദത്തമായ വസ്തുക്കളിലുള്ള ആ ഒരു റിയാലിറ്റി അത് ഉണ്ടാകത്തില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, പ്രകൃതിദത്തമായ പൂക്കൾക്കൊക്കെ എന്താണ് സ്മെല്ലുണ്ട്, അതുപോലെ തന്നെ ഒരു നല്ല കളറുണ്ട്, അതുപോലെയുള്ള കുറേ വിശേഷതകളുണ്ട്. നമ്മൾ കവിതയിൽ വരും. എന്നാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ അത് എന്താണ്, ജസ്റ്റ് പൂ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതല്ലാണ്ട് അതിന് മറ്റ് പ്രത്യേകതകൾ കളറുണ്ട് അതല്ലാതെ മറ്റ് പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാകും. ഓക്കെ, അപ്പം നമുക്ക് കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ രാംദർശ് മിശ്ര എന്ന് പറയുന്ന റൈറ്ററെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. ഡോക്ടർ രാംദർശ് മിശ്ര, ജന്മ 15 अगस्त 1924. ओके, रामदर्श मिश्र हिंदी के प्रतिष्ठित साहित्यकार हैं. वे समर्थ कवि, उपन्यासकार और कहानीकार हैं. അപ്പോൾ എന്താണ്, ഒരു ഹിന്ദിയിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ്. അത് കൂടാതെ തന്നെ കവിയാണ്, നോവലിസ്റ്റാണ്, അതുപോലെ തന്നെ സ്റ്റോറി റൈറ്ററാണ്. ജന്മ ഉത്തർപ്രദേശ് में हुआ. पक गई है धूप, बारिश में भीगते बच्चे, पानी के प्राचीर, ജൽ ടൂട്ട്താ ഹുവ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയുള്ള പുരസ്കാരങ്ങൾ പറയുകയാണെങ്കിൽ വ്യാസ് സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ. ഓക്കെ, സേ വേ സമ്മാനിത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഈ കവിതയിലുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. बाजार में सजा प्लास्टिक के फूलों का उद्यान, क्या गजब की रंगत है, जैसे बिना मौसम बहार आई हो എന്നതാണ് ഫസ്റ്റ് 4 ലൈൻ. ബാസാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ്. ഓക്കെ, പ്ലാസ്റ്റിക് ഫൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫൂല്, ഉദ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യാനം അല്ലെങ്കിൽ ബഗീജ. ഗജബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മീനിങ് ആണ് വരുന്നത്. രംഗത്ത് കളറ്, ബിനാ മോസം ബഹാറായി ഹു, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്താണ്, കവി ഒരു മാർക്കറ്റിൽ ചെല്ലുന്നു. അവിടെ അദ്ദേഹം പ്ലാസ്റ്റിക്കിൻ്റെ കുറേ പൂക്കൾ കാണുന്നു. അതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ബാസാർമേ സജ പ്ലാസ്റ്റിക് കെ ഫൂലോം കാ ഉദ്യാൻ. അദ്ദേഹം എന്താണ്, മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കൊണ്ടുള്ള ഒരു ഉദ്യാനം തന്നെ അദ്ദേഹം കണ്ടു. ക്യാ ഗജബ് കി രംഗത്ത് ഹെ, എന്താ അടിപൊളി കളറാണതിന്. ജയ്സെ ബിനാ മോസം ബഹാറായി ഹോ, ബിനാ മോസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ. ഓക്കെ, ബഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വസന്ത്, അതായത് വസന്തമാവാനുള്ള സമയമായിട്ടില്ല, എന്നാലും വസന്തം വന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വസന്തം എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടമാണ്, അതിനൊരു ടൈമുണ്ട്. എന്നാൽ നമുക്കറിയാം ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്താണ് തോന്നിയത്, വസന്തകാലം വന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. കാരണം അത്രയും കളർഫുള്ളായിരുന്നു ആ ദൃശ്യം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലൈൻസിലേക്ക് പോവാം. ന മിട്ടി ഗോഡ്നെ കി സമസ്യ, न खाद न पानी न चिड़ियों से रखवाली, न मौसम का इंतजार, एक ही भाव से हमेशा दहकते रहते हैं ये फूल. ഓക്കെ, ഞാൻ മിട്ടി എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ആവശ്യമില്ല. മിട്ടി ഗോഡ്നേക്ക് സമസ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെടി നടുമ്പോൾ മണ്ണിൽ മണ്ണൊക്കെ ഇളക്കി കുറച്ച് ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ച് അധ്വാനിക്കണം അതിന്. ഓക്കെ, അപ്പം മണ്ണ് കളയ്ക്കേണ്ട ആവശ്യമില്ല. ന ഖാദ്, വളം ആവശ്യമില്ല, വെള്ളം ആവശ്യമില്ല. ചിടിയോസെ രഖ്വാലി, ഓക്കെ, പക്ഷികളെ കൊണ്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ പക്ഷികളുടെ സുരക്ഷ.
അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മോസം കേന്ദ്ര കാലാവസ്ഥ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. एक ही भाव से हमेशा दहकते रहते हैं ये फूल. ഒരേ ഭാവത്തിൽ എപ്പോഴും ദഹക്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ജ്വലിക്കുക അല്ലെങ്കിൽ വളരെ ബ്ലേസിങ്, അതൊക്കെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. രഹത്തെ ഹെ യേ ഫൂൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഫൂൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പുഷ്പങ്ങളെക്കുറിച്ചാണ്. അതിന് മണ്ണ് ആവശ്യമില്ല, മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യമില്ല, വളം ആവശ്യമില്ല, വെള്ളം ആവശ്യമില്ല, പക്ഷികളുടെ സുരക്ഷ ആവശ്യമില്ല. ഓക്കെ, പിന്നെന്താണ് കാലാവസ്ഥ ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ചെടി നടുക്കുമ്പോൾ മഴയൊക്കെ ആണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം ചെടി നടേണ്ടത്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫൂലാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും എല്ലാ കാലത്തും ഒരേപോലെ തിളങ്ങി നിൽക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഫൂൽ. ഓക്കെ, എപ്പോഴും ആ ഒരു ബ്യൂട്ടി അതിന് ഉണ്ട് എന്നാണ് കവി പറയുന്നത്. मैं इन्हें देर तक देखता रहा, फिर आँखों में उतरा गए चुपते हुए से अपने आंगन के हिलते मुरझाते फूल. ഓക്കെ, അപ്പോൾ കവി എന്താണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെ കുറേ നേരം അദ്ദേഹം നോക്കി നിന്നു. ഫിർ ആക്കോമേ ഉത്തരാ ഗയെ ചുപ്തേ ഹുയേസെ. ചുപ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളച്ച് കയറുക എന്നതാണ് മീനിങ്. അപ്പോൾ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെ കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ വീട്ടിലുള്ള പുഷ്പങ്ങളെ അല്ലെങ്കിൽ ശരിക്കുമുള്ള പൂക്കളെ ഓർക്കുകയാണ്. ഫിർ ആഖോമേ ഉത്തരാഗയെ ചുപ്തേ ഹുയേസെ അപ്പനെ ആംഗൻ കെ ഹിൽത്തെ മുർച്ചാത്തെ ഫൂൽ. ഹിൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ വിടരുക, മുർച്ചാന എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടിപ്പോവുക. അപ്പോൾ ശരിക്കുമുള്ള അസ്ലി ഫൂൽ, അതിൻ്റെ ഒരു വിശേഷതയാണ് വിടരുകയും പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യും. എന്നാൽ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ വീട്ടിലുള്ള ശരിക്കുമുള്ള പുഷ്പങ്ങളെ ഓർമ്മ വന്നു. ഓക്കെ, ഹർ പഹുഞ്ചത്തെ ഹി ഉന്നെ. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജയ്സെ ബിനാ മോസം ബഹാറായി ഹോ ഇസ് പർ അപ്പന മത് പ്രകട് കരേം. ജയ്സെ ബിനാ മോസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെ കണ്ടപ്പോൾ കാലാവസ്ഥ അങ്ങനെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് വസന്തകാലം വന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഓക്കെ, ശരിക്കും വസന്തകാലമല്ല, പക്ഷേ ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പം ഒരു വസന്തകാലം എത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. അതാണ് ബിനാ മോസം ബഹാറായി ഹോ എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഏക് ഹി ഭാവ് സെ ഹമേശ ദഗ്തേ രഹത്തെ ഹെ യേ ഫൂൽ കവീനെ ഐസ ക്യോം കഹാ ഹോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരേ ഭാവത്തിൽ തിളങ്ങി നിൽക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഫൂല്, അല്ലെങ്കിൽ അതിനൊരു ഗ്ലേസിങ് എപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ ശരിക്കുമുള്ള പൂക്കളെ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പം വിടർന്നു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വാടിപ്പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹം പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏക് ഹി ഭാവ് സെ ഹമേശ രഹത്തെ ഹെ യേ ഫൂൽ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് നമുക്ക് പോകാം. ഹർ പൗഞ്ചത്തേക്ക് ഉന്നെ ഉഖാഡ് ഫേങ്ക. ഉഖാഡ് ഫേങ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ചെറിയുക. ഓർ ദഹക്തേ ഹുയെ ബാസാർക്കു സജാദിയ. സജാദിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലങ്കരിക്കുക. അതായത് വീട്ടിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹം വീട്ടിലുള്ള പ്രകൃതിദത്തമായ ആ പുഷ്പങ്ങളെയൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞു, ആ ചെടികളെയൊക്കെ. ഓർ ദഹത്തെ ഹുയെ ബാസാർക്കോ സജാദിയ. അവിടുത്തെ പട്ടണത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കൊണ്ട് അവിടമെല്ലാം അലങ്കരിച്ചു. ശരിക്കുമുള്ള പുഷ്പങ്ങളെ പിഴുതെറിഞ്ഞിട്ട് ആ സ്ഥാനത്ത് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ ചെടികളുമൊക്കെ കൊണ്ടുവച്ചു. ഹർക്കെ പൂരെ അന്തരാൽമേ, മൊത്തം ഹർ ജഗ എന്നാണ് അന്തരാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വീടിൻ്റെ എല്ലാ ഭാഗത്തും. ദിൻ ബീത്തെ മഹീനെ ബീത്തെ മോസം ബീതെ സാരാ ഘർ ഏക് രസ് ഇൻ രംഗോമേ ഡൂബാരഹ. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, മൗസം എന്ന് വെച്ചാൽ കാലാവസ്ഥ പല പ്രാവശ്യം മാറി മറിഞ്ഞു. പക്ഷേ സാരാ ഘർ ഏക് രസ് ഇൻ രംഗോമേ ഡൂബാരഹ. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളിൽ ഒരു ചേഞ്ചും ഇല്ല, അത് എപ്പോഴും ഒരുപോലെ തന്നെ അവിടെ നിന്നു, ഒരു മാറ്റവും ഇല്ല. നമുക്കറിയാം, ഒരു മാറ്റമില്ലാണ്ട് നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ട് കുറേ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളത്. ഒരു വ്യത്യാസവും ഇല്ല, എപ്പോഴും ഒരുപോലെ തന്നെ ആ പൂക്കൾ അവിടെ ഇരുന്നു. എന്നാൽ നമ്മളൊരു ശരിക്കുമുള്ള ഒരു പുഷ്പമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെടികളാണെങ്കിൽ പൂക്കളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ പല മാറ്റങ്ങൾ അതിനകത്ത് വരും. എന്നാൽ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളിൽ അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല, എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നു.
ഓക്കെ. സാരാ ഹർ ഏക് രസ് ഇൻ രംഗോമൻ ഡൂബാരഹ, മൊത്തം വീട് മുഴുവനും എപ്പോഴും ഈ ഒരേ നിറത്തിൽ മുങ്ങിയിരുന്നു, അല്ലെങ്കിൽ വീട് മുഴുവനും ഈ ഒരേ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെയാണ്. ഓക്കെ. സാരാ ഹർ ഏക് രസ് ഇൻ രംഗോമൻ ഡൂബാരഹ, ഇസ്കാ മത്ലബ് ക്യാ ഹെ? മനസ്സിലായി കാണും നിങ്ങൾക്ക് എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കൊണ്ടുവച്ചപ്പോൾ അതിന് എന്താണ് സാധാ ഈ ശരിക്കുമുള്ള പുഷ്പമാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് വാടിപ്പോകുന്നു, അല്ലെങ്കിൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേറെ പൂക്കളിടുന്നു, അങ്ങനെയുള്ള ചേഞ്ചസ് അവിടെ വരുന്നു. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളിൽ അങ്ങനെ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഹവാവുനെ കഹ ഹമേ ഗന്ധ് ചാഹിയേ മേ ചുപ് രഹ. ഹവ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ്. കാറ്റ് എന്താണ് പറഞ്ഞത്? ഹമേ ഗന്ധ് ചാഹിയേ, ഞങ്ങൾക്ക് സ്മെല്ല് വേണം. പക്ഷേ കവിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മധുമഖ്യോനെ കഹ ഹമേ രസ് ചാഹിയേ. നമുക്കറിയാം ശരിക്കുമുള്ള പൂക്കളിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈച്ചകളൊക്കെ തേനീച്ചകളൊക്കെ വട്ടമിട്ട് പറക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഈച്ചകൾ എന്താ പറഞ്ഞത്? ഹമേ രസ് ചാഹിയേ, ഞങ്ങൾക്ക് ആ ഒരു തേൻ വേണം. മേ ചുപ് രഹ, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. തിത്ലിയോനെ കഹ, അതായത് ചിത്രശലഭങ്ങൾ പറഞ്ഞു, ഹമേ കോമൽ സ്പർശ് ചാഹിയേ. ഓക്കെ. പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് അത്ര സോഫ്റ്റ് അല്ല. ഓക്കെ. റിയൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്താണ് വളരെ സോഫ്റ്റ് ആണ്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മേം ചുപ് രഹ. ഇപ്പം എന്താണ് ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണ്. ഹവ എന്താണ് കാറ്റ് ചോദിച്ച് ഗന്ധ് ചാഹിയെ, മധുമഖ്യം രസ് ചാഹിയെ, തിത്ലിയ കോമൽ സ്പർശ് ചാഹിയെ, ലേക്കിൻ കവി ചുപ് രഹ. മാനെ കഹ മുझे പൂജാ കെ ലിയെ ഫൂൽ ചാഹിയെ. ഓക്കെ. മുझे പൂജാ കെ ലിയെ ഫൂൽ ചാഹിയെ, എനിക്ക് പൂജ ചെയ്യാനായിട്ട് പൂക്കൾ വേണം. അപ്പോഴും കവിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മേം ചുപ് രഹ. പത്നീനെ കഹ മുझे വേണി കെ ലിയെ ഫൂൽ ചാഹിയെ, മേം ചുപ് രഹ. അത് അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു. വേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലോം കി ചോട്ടിയാണ്. ഓക്കെ. ബാലോം കി ചോട്ടിയാണ് വേണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുടി പെൺകുട്ടികൾ പിന്നിക്കെട്ടൂല്ലേ, എന്നിട്ട് അതിൻ്റെ മുകളിൽ പൂക്കൾ വയ്ക്കുക. അപ്പോൾ ആ പിന്നിക്കെട്ടിയ ആ ഒരു ഇതിനാണ് വേണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് മുടിയിൽ വയ്ക്കാൻ പൂ വേണം. അപ്പോഴും എന്താണ് കവി ഒന്നും മിണ്ടാതിരുന്നു. ലേക്കിൻ ജബ് ബച്ചോനെ കഹ, പക്ഷെ എപ്പോഴാണ് കുട്ടികൾ പറഞ്ഞത് ബാപ്പു മുझे ഫൂൽ ചാഹിയെ, ഞങ്ങൾക്ക് പൂക്കൾ വേണം. ഫൂലോം കി പഹചാൻ കെ ലിയെ. പഹചാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിയാണ്. പൂക്കൾ എന്താണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് പൂക്കൾ വേണം എന്ന് പറഞ്ഞപ്പോൾ തോ മേം ചുപ് ന രഹ സക, അപ്പോൾ കവിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ. നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട് ഇവിടെ. ഹവ മധുമഖി തിത്ലി ആദി പ്ലാസ്റ്റിക് ഫൂലോം സെ ക്യോം അസന്തുഷ്ട ഹെ. അപ്പോൾ എന്താണ് ഹവയ്ക്ക് കാറ്റിന് എന്താണ് വേണ്ടത്? ഗന്ധ് ചാഹിയ. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളിൽ ഒരു സ്മെല്ലും തന്നെയില്ല. തിത്ലി കെ ലിയെ ക്യാ ചാഹിയെ? കോമൽ സ്പർശ് ചാഹിയെ. ഓക്കെ. പക്ഷേ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ അത്രയും സോഫ്റ്റ് അല്ല. മധുമഖി കെ ലിയെ രസ് ചാഹിയെ, ലേക്കിൻ പ്ലാസ്റ്റിക് കെ ഫൂലോ മേ കോയി രസ് നഹി ഹെ, ബസ് ദിഖാവേ കെ ലിയെ ഹെ. എന്താണ് നമുക്ക് ആ കാണുമ്പോൾ ഉള്ള ആ ഒരു ആകർഷണം മാത്രമേ അതിൽ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കളേഴ്സ് മാത്രം. ഓക്കെ. അപ്പം നമ്മൾ നെക്സ്റ്റ് ആണ് ബच्चा फूलों की पहचान करना चाहते हैं हम बच्चे का कौन सा मनोभाव प्रकट होता है. എന്താണ് കുട്ടികൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ. എന്താണെന്ന് മനസ്സിലാക്കാനുള്ള. അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെ കണ്ടുകൊണ്ട് എന്താണ് പൂവെന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇറ്റ്സ് ജസ്റ്റ് എ മോഡൽ. ഇതൊരു മോഡൽ മാത്രമാണ്. പൂക്കൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പൂക്കൾ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഓക്കെ. പ്ലാസ്റ്റിക്കിൻ്റെ പൂ കൊടുത്താൽ എന്താണ് അതിനകത്ത് കളറ് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ആ ഒരു ഷേപ്പ് ഉണ്ട്, അതായത് കളർ മാത്രം, അതല്ലാതെ സ്മെല്ലില്ല അതിനകത്ത്. പിന്നെ അതെന്താണ് ശരിക്കുമുള്ള പൂക്കൾ കുറച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തിന് കഴിയുമ്പോൾ വാടി തുടങ്ങും. അങ്ങനെയുള്ള സവിശേഷതകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളിലില്ല. അപ്പം നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൂ കൊടുത്തുകൊണ്ട് എന്താണ് പൂവെന്ന് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിന് ശരിക്കും ഒരു പൂ തന്നെ വേണം. അപ്പോൾ കുട്ടികളുടെ ആ ക്വസ്റ്റിന് മുന്നിലാണ് കവി പകച്ചു പോയത്. तो मैं चुप न रह सका, അപ്പോൾ കവിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയ ഹാഹാകാർ കरूटा. ओके. हाय मैंने क्या कर दिया कि बच्चे फूलों की पहचान से वंचित हो गए. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്താണ് ഞാൻ ചെയ്തത്? എൻ്റെ പ്രവൃത്തി കാരണം കുട്ടികൾക്ക് ശരിക്കും പൂവ് എന്താണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് കവിക്ക് തോന്നുവാണ്. മേനെ പ്ലാസ്റ്റിക് സാരേ ഫൂൽ തോട് ഡാലെ. തോടന എന്ന് വെച്ച് കഴിഞ്ഞാൽ പറിക്കുക. എന്താണ്
പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ പൂക്കളും അദ്ദേഹം പറിച്ചെറിഞ്ഞു. ഓർ ഫാവഡ ലേഖർ, ഫാവഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കോട്ട് അതുപോലെയുള്ളൊരു ഉപകരണമാണ്, മീൻസ് ഒരു ടൂളാണത്. നമ്മളെന്താണ് മണ്ണ് കളയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കൈക്കോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ മലയാളം ശരിക്കുള്ളത്. ഓക്കെ, ഈയിടെ ഇറങ്ങിയ ഫയ്യാജി എന്ന് പറയുന്ന ഒരു ഹിന്ദി ഫിലിമിനകത്ത് ഈ ഫാവഡ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, और फावड़ा लेकर अपने आंगन की मिट्टी को जूंजने लगा. ഓക്കെ, ജൂഞ്ചന എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘർഷ് കർണ എന്നാണ് ഫാവഡ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണ്, പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ പൂക്കളും ആ മുറ്റത്ത് നിന്ന് പറിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ ആ പൂക്കളൊക്കെ അവിടെ നിന്ന് മാറ്റി, എന്നിട്ട് ഫാവഡ ലേക്കർ അല്ലെങ്കിൽ ആ ടൂൾ ഉപയോഗിച്ചിട്ട് മിട്ടീസ് സംഘർഷ് കർണയിലേക്ക അല്ലെങ്കിൽ മണ്ണിൽ ഇറങ്ങി കിളയ്ക്കാൻ തുടങ്ങി. ഓക്കെ, മിട്ടി മുസ്കുരായി. എന്തിനു വേണ്ടിയാണ്? വീണ്ടും പഴയ പോലെ ശരിക്കുമുള്ള ചെടികൾ നടാൻ വേണ്ടി. ആ ശരിക്കുമുള്ള ചെടികൾ നടണമെങ്കിൽ എന്താണ്, മണ്ണ് കളയ്ക്കണം, അത് നടണം, വളം ഇടണം, വെള്ളം ഇടണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ എന്താണ്, മിട്ടി മുസ്കുരായി, മണ്ണ് പുഞ്ചിരിച്ചു. ഹവാ ഹിൽഹിലായി, അതും പുഞ്ചിരിച്ചു അല്ലെങ്കിൽ ചിരിച്ചു എന്നൊരു മീനിങ് ആണ് വരുന്നത്. ജൽ കൾ 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 ഗാനേ ലഗ. ഓക്കെ, അപ്പം ആ പ്രകൃതിയിൽ വന്ന ഒരു ചേഞ്ചസ് ആണ് അവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ്, നല്ല റിയൽ ചെടികളും പുഷ്പങ്ങളും വീണ്ടും എന്താണ് കവിയുടെ ഉദ്യാനത്തിന് വരാൻ പോവുകയാണ്. ഓക്കെ, അതാണ് ഈ കവിതയുടെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഈ കവിതയെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഇതിനകത്ത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ആർട്ടിഫിഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അതായത് പ്രകൃതിദത്തമായ പല സാധനങ്ങൾക്കും പല വസ്തുക്കളും പകരം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള വസ്തുക്കൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ പ്രകൃതിദത്തമായി നമുക്ക് കിട്ടുന്ന വസ്തുക്കളിലുള്ള സവിശേഷതകളൊന്നും തന്നെ ഈ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ കൃത്രിമമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വസ്തുക്കളിലില്ല. ഓക്കെ, അതുവഴി എന്താണ്, നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് നേച്ചറിനെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് ശരിയായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞത്. അതായത് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണ്. ഓക്കെ, അതിപ്പം പുതിയ ജനറേഷന് വേണ്ടി ആണെങ്കിൽ പോലും എത്രത്തോളം അത്യാവശ്യമാണ്. അതായത് നമുക്കറിയാം കുട്ടികൾ ഞങ്ങൾക്ക് പൂക്കളെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞപ്പോഴാണ് കവി ഇതൊക്കെ വീണ്ടും പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നല്ല പുഷ്പങ്ങൾ വീണ്ടും വയ്ക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ കവിതയുടെ മീനിങ്. അപ്പോൾ എന്താണ്, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കവിത കൂടി, മറ്റൊരു രചന കൂടി നമുക്ക് പഠിക്കാൻ പറ്റി ഈ പാഠത്തിലൂടെ. സോ ഇതിൻ്റെ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക്ക് के लिए ओके बाय.